എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമായണ മാസത്തിൽ ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ കഥകൾ കാത്തു നിൽക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മളുടെ വീടുകളിലൊക്കെ ഇപ്പോൾ രാമായണം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു സമയം മുഴുവൻ നമ്മൾ രാമകഥകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ആ രാമകഥയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഭഗവാന്റെ അച്ഛനായിട്ടുള്ള ദശരഥ മഹാരാജാവിന് ലഭിച്ച ഒരു ശാപത്തിൻ്റെ കഥയാണ്. ഇവിടെ നിന്ന് തൊട്ടാണ് യഥാർത്ഥത്തിൽ രാമായണം തുടങ്ങുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വലിയൊരു വേദവാക്യം ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒന്നാണ്, ഈ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂന്നാണ്. എഴുത്തച്ഛൻ അങ്ങനെ പാടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ച് തന്നെ വേണം ഈ ഭൂമിയിൽ നിന്ന് ഈ ആത്മാവ് അടുത്തൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ എന്നാണ്. അങ്ങനെ ദശരഥ മഹാരാജാവിന് ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് രാമായണത്തിൽ. ആ കഥയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം യുവരാജാവായിരുന്ന സമയത്ത് അയോധ്യയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, മഹാരാജാവേ, നാട്ടിലേക്ക് ഈ ക്രൂര മൃഗങ്ങളുടെ ശല്യം വളരെയധികം കൂടുതലായിട്ട് വരുന്നു. കാട്ടിൽ നിന്ന് ഇവയൊക്കെ ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് കരുണയുണ്ടായി ഈ ക്രൂര മൃഗങ്ങളെയൊക്കെ ഒന്ന് വേട്ടയാടി നശിപ്പിച്ചു തരണമെന്ന് രാജ്യത്തുള്ള ആളുകളൊക്കെ വന്ന് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു. അദ്ദേഹം ഈ ഒരു വിഷമം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ സൈന്യത്തോടൊക്കെ തയ്യാറാവാൻ പറഞ്ഞു. അദ്ദേഹം വേട്ടയ്ക്ക് പോയി എന്നാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ കാട്ടിലൊക്കെ വേട്ടയാടി നടക്കുന്ന സമയത്ത് ആ കാടിൻ്റെ മറ്റൊരു ദിശയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നതാണ്. ആ നാട്ടിൽ അവിടെ ഒരു കുമാരൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രവണകുമാരൻ എന്നാണ്. ശ്രവണകുമാരൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനേക്കാൾ ഉപരി സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരെ. ആ അച്ഛനമ്മമാരുടെ പേര്, ഒരാളുടെ പേര് ശന്തനു എന്നാണ്, ഒരാളുടെ പേര് ജ്ഞാനവന്തി എന്നാണ്. ഈ രണ്ടു പേർക്കും വാർദ്ധക്യമായപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു 4 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ, ചാർധാം എന്ന് പറയും, അവിടെ പോയി ദർശനം നടത്തണമെന്ന് ഈ അച്ഛനും അമ്മയ്ക്കും വലിയ ആഗ്രഹം. അവർ ശ്രവണകുമാരനോട് ഈ ആഗ്രഹം പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണ് കാണില്ല കുട്ടി, തനിക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ 4 സ്ഥലത്തും ഒന്ന് കൊണ്ടുപോയി തൊഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനാണെങ്കിലോ മാതാപിതാക്കളുടെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആജ്ഞ പോലെ ആയിരുന്നു. അതിനെന്താ അച്ഛാ അമ്മേ, ഞാൻ ഇപ്പം തന്നെ നിങ്ങളായിട്ട് പുറപ്പെടുകയായി എന്ന് പറഞ്ഞ് ഒരു വലിയ മുളയെടുത്ത് അതിൻ്റെ 2 ഭാഗത്തും വലിയ 2 കുട്ട അദ്ദേഹം കെട്ടിത്തൂക്കിയെന്നാണ്. അതിനകത്ത് ഒന്നിൽ അച്ഛനെയും ഒന്നിൽ അമ്മയും ഇരുത്തി തൻ്റെ ചുമലിൽ അത് ചുമന്നുകൊണ്ട് അദ്ദേഹം തീർത്ഥാടനത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഈ തീർത്ഥാടനം ചെയ്തു വരുന്ന വഴിയിലാണ് ഈ ദശരഥ മഹാരാജാവ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാട്ടിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായത്. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് വരികയാണ്. കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടുന്നില്ല. എങ്കിലും കിട്ടുമ്പോൾ അത് ശേഖരിക്കുക, കഴിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ പതിവ്. അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും കലശലായിട്ടുള്ള ദാഹം അനുഭവപ്പെട്ടു എന്നാണ്. അവർ മകനോട് പറഞ്ഞു, മോനെ, ഇവിടെ അടുത്ത് വല്ല അരുവിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കൂ, കുറച്ച് വെള്ളം കിട്ടുകയാണെങ്കിൽ വലിയ ആശ്വാസമായി, നമുക്ക് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതാണല്ലോ. അദ്ദേഹം ആണെങ്കിൽ അത് കേട്ട പാതി കേൾക്കാത്ത പാതി. അച്ഛനും അമ്മയ്ക്കൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തം പ്രാണൻ പോണ വേദനയാണ്. ഉടനെ തന്നെ കയ്യിലുള്ള ഒരു മൺകൂജയായിട്ട് അദ്ദേഹം അരുവി അന്വേഷിച്ച് നടന്നു. അധികമൊന്നും ദൂരെ മുന്നോട്ട് പോകേണ്ടി വന്നില്ല. കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും മനോഹരമായിട്ട് ശുദ്ധജലമുള്ള ഒരു അരുവി അദ്ദേഹം കണ്ടു എന്നാണ്. തൻ്റെ കയ്യിലുള്ള ഈ മൺകൂജ ആ അരുവിയിലേക്ക് മുക്കി താഴ്ത്തി അദ്ദേഹം അതിൽ വെള്ളം ശേഖരിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ദശരഥ മഹാരാജാവ് വേട്ടയാടിക്കൊണ്ട് സഞ്ചരിക്കുന്നത്. അപ്പം അദ്ദേഹം കാട്ടിലൂടെ ഒരൊച്ച കേട്ടു എന്നാണ്. സത്യത്തിൽ ആ ഒച്ച ഈ കൂജയിലേക്ക് വെള്ളം വന്ന് വീഴുന്നതിൻ്റെ ശബ്ദമായിരുന്നു. പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഇത് ആന വെള്ളം കുടിക്കുകയാണ് എന്ന് കരുതി ആ ദിക്കിലേക്ക്, ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് തൻ്റെ കയ്യിലുള്ള അസ്ത്രം അദ്ദേഹം വില്ലിൽ തൊടുത്ത് അയച്ചു എന്നാണ്. ലക്ഷ്യം തെറ്റിയില്ല. അത് നേരെ ചെന്ന് കൊള്ളുന്നത് പാവം നമ്മുടെ ശ്രവണകുമാരൻ്റെ നെഞ്ചിലാണ്. മഹാരാജാവ് ആനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഓടിച്ചെന്നതാണ്. പക്ഷെ കണ്ടത് ഒരു മുനികുമാരൻ അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ്. അദ്ദേഹത്തിന് അത്രയധികം പശ്ചാത്താപം ഉണ്ടായി. അദ്ദേഹം മാപ്പ് പറഞ്ഞു, കരഞ്ഞു, കാല് പിടിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ശ്രവണകുമാരൻ, ഒരു കുഴപ്പമില്ല, ഇത് എൻ്റെ അവസ്ഥയാണ്, എൻ്റെ ഗതികേടാണ്. അല്ലെങ്കിൽ അങ്ങേക്ക് ഈ വഴി സഞ്ചരിക്കാനും ഞാൻ കൃത്യസമയത്ത് ഇവിടെ വരാനൊന്നും ആരുടെയും നിശ്ചയമല്ലല്ലോ, വിധിയാണ്, അങ്ങനെ കണ്ട് സമാധാനിക്കുക. പക്ഷെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്.
ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പാവ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല. അവർക്ക് ഇത്തിരി വെള്ളം കൊണ്ടേ കൊടുക്കാനുള്ള മനസ്സ് അങ്ങ് കാണിക്കണം. 2, അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കരുത്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അങ്ങ് അവരോട് പറയണം എന്ന് ദശരഥ മഹാരാജാവിനെ കൊണ്ട് ഈ ശ്രവണകുമാരൻ സത്യം ചെയ്തു വാങ്ങി എന്നാണ്. ദശരഥനാണെങ്കിൽ പശ്ചാത്താപ വിവശനായിട്ട് ഈ കൂജയിലുള്ള വെള്ളവും ശേഖരിച്ച് ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയി. കണ്ണ് കാണില്ലെങ്കിലും അവർക്ക് അകക്കണ്ണ് കാണാമായിരുന്നു. ആരുടെയോ സാമീപ്യം അവർക്ക് അനുഭവപ്പെട്ടു. അത് തങ്ങളുടെ മകനല്ല എന്ന് മനസ്സിലായി. ചോദിച്ചു, അങ്ങ് ആരാണ് ഞങ്ങളുടെ സമീപത്തുള്ളത്? ദശരഥ മഹാരാജാവ് വിങ്ങി പൊട്ടിക്കൊണ്ട് ആ കഥ മുഴുവൻ, എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ ആ മാതാപിതാക്കളോട്, ആ വൃദ്ധ ദമ്പതിമാരോട് പറഞ്ഞു. അവർക്കുണ്ടായിട്ടുള്ള വിഷമം, അവർ നെഞ്ചു പൊട്ടി മരിക്കാറായി എന്നാണ്. ആ കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും അവർ കുടിച്ചില്ല. ഇതറിയാതെ പറ്റിയതാണ്, എനിക്ക് പശ്ചാത്താപമുണ്ട് എന്നൊക്കെ മഹാരാജാവ് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് പുത്രശോകം വരുത്തിയ നീ ഭാവിയിൽ പുത്രശോകം കൊണ്ട് മരിക്കട്ടെ എന്ന് ശപിച്ചു ആ ദമ്പതിമാർ എന്നാണ്. ഞങ്ങൾക്ക് ആകണ്ടായിരുന്ന കുട്ടിയാണ് നീ ഇല്ലാണ്ടാക്കിയത്. നിനക്കും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. ആ കുട്ടിയെ പിരിയുന്ന വിഷമത്തിൽ നിന്റെയും പ്രാണൻ ഒരു കാലത്ത് പോകും മഹാരാജാവേ എന്ന് പറഞ്ഞ് ഈ ദമ്പതിമാർ അദ്ദേഹത്തെ ശപിച്ചു എന്നാണ്. ആ ശാപം പേറിയാണ് പിന്നീട് ദശരഥൻ്റെ ജീവിതം തുടങ്ങുന്നത്. അതോടുകൂടി ആ ദമ്പതിമാരുടെ പ്രാണം പോയി എന്നുമാണ്. നോക്കൂ, ഭഗവാൻ വനവാസക്കാലത്തേക്ക് പോകുന്ന സമയത്ത് രാമനെ പിരിയുന്ന ആ പുത്രശോകത്തിലാണ് ദശരഥ മഹാരാജാവിൻ്റെ അന്ത്യം പിന്നീട് സംഭവിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് കാലത്തായാലും അതിൻ്റെ പരിണിത ഫലം നമ്മൾ തന്നെ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം സാധിക്കുന്ന അത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ ഫലവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി സജ്ജനങ്ങളുടെ താല്പര്യങ്ങൾ എപ്പോഴും മുൻപേ എടുത്തുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിന് കിട്ടിയ ഈ ശാപത്തിൻ്റെ കഥ ഇന്നിവിടെ ഉപസംഹരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.